ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം. അവസാനഘട്ട പരസ്യപ്രചാരണമാണ് ഇന്ന് അവസാനിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി ഉൾപ്പെടെ 57 മണ്ഡലങ്ങളിലാണ് അവസാനഘട്ടത്തിൽ വിധിയെഴുത്ത് നടക്കുന്നത്. വിശദാംശങ്ങളുമായി പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് രാഗേഷാണ് ചേരുന്നത്. രാഗേഷ്, ആരൊക്കെയാണ് മറ്റു പ്രമുഖർ? അഭിലാഷ്, പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. കാരണം വാശിയേറിയ 2.5 മാസം നീണ്ടുനിന്ന വാശിയേറിയ പ്രചാരണത്തിന് കൂടി ഇന്ന് അവസാനമാവുകയാണ്. അവസാന ഘട്ടത്തിൽ ഏതായാലും 57 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. 486 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് ഇതിനോടകം തന്നെ അവസാനിച്ചിരിക്കുന്നു. അവസാന ഘട്ടത്തിലെ 57 മണ്ഡലങ്ങൾ, പ്രധാനമായും 13 മണ്ഡലങ്ങൾ യുപിയിലാണ്. പഞ്ചാബിലെ 13 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നു. പശ്ചിമ ബംഗാളിലെ 9 മണ്ഡലങ്ങൾ, ബീഹാറിൽ 8, ജാർഖണ്ഡിൽ 4, ഒഡീഷയിൽ 6 എന്നിങ്ങനെ 57 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് പ്രധാനമായും നടക്കുന്നത്. ഏതായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 25 സീറ്റാണ്, ഈ 57-ൽ 25 സീറ്റാണ് BJP വിജയിച്ചിരുന്നത്. യുപിയിൽ BJP കഴിഞ്ഞ തവണ വലിയ മുന്നേറ്റം നടത്തിയ മേഖലയിലാണ് ഇത്തവണ ഏതായാലും വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രത്യേകിച്ച് പൂർവാഞ്ചൽ മേഖലയിലേക്ക് വോട്ടെടുപ്പ് കടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരണാസി, ഒപ്പം യോഗി ആദിത്യനാഥിന്റെ തട്ടകമായ ഗോരഖ്പൂർ എന്നിവിടങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നു. കഴിഞ്ഞ തവണ 13-ൽ BJP 9 സഖ്യകക്ഷിയായ അപ്നാദൾ 2 മണ്ഡലങ്ങളിലും വിജയിച്ചിരുന്നു. സമാജ്വാദി പാർട്ടിക്കൊപ്പം മത്സരിച്ച BSP ആണ് അന്ന് 2 സീറ്റുകളിൽ വിജയിച്ചിരുന്നത്. പഞ്ചാബിലേക്ക് വരികയാണെങ്കിൽ 13 മണ്ഡലങ്ങളിലും ഈ അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഇന്ത്യ സഖ്യത്തിലെ 2 പ്രധാനപ്പെട്ട പാർട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടൽ വരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതായത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലാണ് അവിടെ പ്രധാനമായ മത്സരം നടക്കുന്നത്. കഴിഞ്ഞ തവണ 13-ൽ 8 സീറ്റിൽ വിജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു. ആം ആദ്മി പാർട്ടിക്ക് 1 സീറ്റാണ് വിജയിച്ചത്. അപ്പോൾ കേജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം പ്രചാരണ രംഗത്ത് ഏറ്റവും സജീവമായി ഉണ്ടായിരുന്ന ഡൽഹിയിലും പഞ്ചാബിലുമാണ്. അപ്പോൾ കഴിഞ്ഞ തവണ കോൺഗ്രസ് വിജയിച്ച സീറ്റുകളിലേക്ക് ആം ആദ്മി പാർട്ടിക്ക് ഇത്തവണ കടന്നു കയറാൻ കഴിയുമോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പശ്ചിമ ബംഗാളിലും ഏറ്റവും ശ്രദ്ധേയം ആകർഷിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് കൊൽക്കത്ത നഗരത്തിലെ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 9 മണ്ഡലങ്ങൾ, ഈ 9ഉം കഴിഞ്ഞ തവണ തൃണമൂൽ കോൺഗ്രസിനൊപ്പമായിരുന്നു. പക്ഷേ ഇത്തവണ സന്ദേശ് കലി അടക്കമുള്ള വിഷയങ്ങൾ ബംഗാളിൽ മാത്രമല്ല രാജ്യത്താകെ വലിയ പ്രചാരണ വിഷയമാക്കി BJP മാറ്റിയതാണ്. അപ്പോൾ ബസീർഘട്ട് ഉൾപ്പെടുന്ന മണ്ഡലത്തിലേക്ക് BJPക്ക് ഏതൊക്കെ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ തവണ ബംഗാളിൽ 18 സീറ്റ് വിജയിച്ചതാണ് BJP. ഇത്തവണ അവസാനഘട്ട വോട്ടെടുപ്പിലേക്ക് പോകുന്നു തൊട്ടു മുമ്പ് CAA പ്രകാരം പൗരത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏതൊക്കെ തരത്തിൽ വോട്ടിങ്ങിൽ പ്രകടമാകുമെന്നത് നിർണായകമായ കാര്യമാണ്. ഏതായാലും പ്രചാരണം ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി അവസാനിക്കുകയാണ്. അഭിലാഷ്, വിശദാംശങ്ങളാണ് രാഗേഷ് നൽകിയത്.